ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ അൻകബൂത്ത് 8, 9, 10 ഈ 3 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ 3 ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ നാം അറിയേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ووصينا الإنسان بوالديه حسنا. ഇതിൽ വാവിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 വാവ് തുടർച്ചയായി വരുന്നു. 2 ചുണ്ടുകളാണ് വാവിൻ്റെ മഖ്റജ്, ഷഫത്താനി. ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവ് ഉച്ചരിക്കുമ്പോൾ എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. വവസ്സൈന എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീം കൊടുക്കണം. സ്വാദ് ഇസ്തിഅലാൻ്റെ ഹർഫാണ്. തടിപ്പിച്ച് തഫ്ഖീമോടുകൂടി സ്വാദ് ഉച്ചരിക്കണം. അൽ ഇൻസാന, ഇവിടെ സാക്കിനത്ത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. ശേഷം ഇഖ്ഫാൻ്റെ ഹർഫായ സീൻ വന്നിട്ടുണ്ട്. സീൻ ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്തുച്ചരിക്കേണ്ടതായ അക്ഷരമാണ് എന്ന കാരണത്താൽ ഈ സാക്കിനത്ത നൂനിനും തർക്കീഖാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന മുറഖഖ തർക്കീഖോട് കൂടിയുള്ള മണിക്കലാണ് നൽകേണ്ടത്. ഇൻസാന ഇൻസാന പറയരുത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, ഇവിടെയും വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബിവാലിദൈഹി ഹുസ്ന. വവസ്സൈനൽ ഇൻസാനയിലെ വവസ്സൈന എന്ന അലിഫ് ഹദ്ഫ് ചെയ്യപ്പെട്ടു, ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അവിടെ ഇൽത്തിഖാ ഉസ്സാക്കിനൈൻ സംഭവിച്ചതിനാൽ അതിനുള്ള പരിഹാരമായിക്കൊണ്ട്. വഇൻ ജാഹദാക, അവിടെയും സാക്കിനത്ത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. വഇൻ ജാഹദാക ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം. ലിതുശ്രിക, ഷീനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തഫശി എന്ന ഒരു സിഫത്ത് പ്രത്യേകമായുള്ള അക്ഷരമാണ് ഷീൻ. ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം. മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ. ഇൽമുൻ എന്ന തൻവീനിനെ ഇഖ്ഫാ ചെയ്യുകയാണ്, മറച്ച് മണിച്ചുച്ചരിക്കുക. ശേഷം ഫ ആണ് വന്നിട്ടുള്ളത്. ഇൽമുൻ ഫലാ, തർക്കീഖാണ് അവിടെയും വേണ്ടത്. മൂന്നായി പോരുത്. മുൻഫല. മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഅഹുമാ. താ ശേഷം ത്വാ, താവും ശേഷം ത്വാവും പ്രത്യേകം ശ്രദ്ധിക്കുക. ത്വാഇന് തഫ്ഖീമാണ്. കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമേ വരികയുള്ളൂ. തുതിഅഹുമാ. ചേർത്ത് ഓതുകയാണെങ്കിൽ ഫലാ തുതിഅഹുമാ ഇലയ്യ മർജിഉകും എന്ന് മദ് മുൻഫസിൽ ജായിസ് നൽകാം. ചേർത്ത് ഓതുന്നില്ല, വഖഫാണെങ്കിൽ ഫലാ തുതിഅഹുമാ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ ദീർഘമുണ്ടാവുകയുള്ളൂ, തബീഇയായ ദീർഘം. ഇലയ്യ മർജിഉകും. മർ എന്ന് പറയുമ്പോൾ തഫ്ഖീമാണ്. റാഇന് പ്രത്യേകം ശ്രദ്ധിക്കുക. റാ സാക്കിന തൊട്ട് മുമ്പിൽ ഫത്ഹ ഉള്ള അക്ഷരമുണ്ട്, മഫ്തൂഹത്തായ അക്ഷരം. അപ്പോൾ മർജിഉകും ഫഉനബ്ബിഉകും. മർജിഉകും ഫ, അവിടെ ഇൽഹാർ ഷഫവി പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് വെളിവാക്കണം. കാരണം ശേഷം ഫ ഷഫവിയായ അക്ഷരമുണ്ട്.
മീം അവ്യക്തമായി പോവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ, അവിടെ സാക്കിനത മീമിനെ ഇഖ്ഫ ഷഫവി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഫഉനബ്ബിഉകും ബിമാ കുൻതും, കുൻതും അവിടെ സാക്കിനത നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ബിമാ കുൻതും തഅമലൂൻ, സാക്കിനത മീം ശേഷം താ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് അല്ലേ. പ്രത്യേകിച്ച് അഹ്കാമുകളൊന്നും ഇല്ലെങ്കിലും അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തർക്കീഖിൻ്റെ അക്ഷരങ്ങൾക്ക് തർക്കീഖ്, തഫ്ഖീം നൽകേണ്ടവക്ക് തഫ്ഖീം എന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് ശരിയായ മഖ്റജിൽ നിന്ന് ഓരോ ഹർഫും ഉച്ചരിക്കുക. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ലനുദ്ഖിലന്നഹും, അസ്സാലിഹാത്തി അല്ലേ, മുമ്പ് പറഞ്ഞതാണ്. സ്വാ എന്ന് പറയുമ്പോൾ സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്. സ്വാലിഹാത്തി എന്ന് പറയുമ്പോൾ ഹാഇനും അലിഫിനും തർക്കീഖ്. ലനുദ്ഖിലന്നഹും, ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ അതിൻ്റെ സുക്കൂനിനെ വ്യക്തമാക്കണം. ലനുദ്ഖിലന്നഹും, ഖാഇന് കസ്റുള്ളതിനാൽ കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ലനുദ്ഖിലന്നഹും, ഷദ്ദുള്ള നൂനുണ്ട്, മുഷദ്ദദത നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്ത്യത്തിൽ വന്ന സാക്കിനത മീം ശേഷം ഫാ വന്നതുകൊണ്ട് ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക, സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. ഫിസ്സാലിഹീൻ, സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്, നേരത്തെ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ വമിനന്നാസി, നൂൻ മുഷദ്ദദ മണിക്കുക. മൻ യഖൂലു, സാക്കിനത നൂൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ലയിപ്പിച്ച് ഉച്ചരിക്കുക. മൻ യഖൂലു ആമന്ന, ആമന്ന ബില്ലാഹി, നൂൻ മുഷദ്ദദ മണിച്ചുച്ചരിക്കണം. ആമന്ന, آمنا بالله فإذا أوذي في الله, فإذا ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. فإذا أوذي في الله, إذا أوذي തുടങ്ങിയ ഹംസകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷിദ്ദത്തിൻ്റെ ഹർഫാണ് ഹംസ, നമുക്കറിയാം, വ്യക്തമാക്കി ഉച്ചരിക്കണം. فإذا أوذي في الله جعل فتنة الناس, جعل فتنة الناس, ഫിത്ന താ ഷിദ്ദത്തിൻ്റെയും ഹംസിൻ്റെയും അക്ഷരമാണ്. ഫിത്ന, ഫിത്ത് ത് എന്ന ശബ്ദത്തിന് ഖൽഖല വരരുത്, മറിച്ച് ഫിത്നതൻ നാസി, ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. ഫിത്നതൻ നാസി കഅദാബില്ലാഹി വലഇൻ വലഇൻ, സാക്കിനത നൂൻ ശേഷം ജീമ് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, വ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്, കാരണം ജീം തർക്കീഖ് ചെയ്തുച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. ജാഅ, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ്, നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അലിഫിനെ ശേഷം ഹംസ തൊട്ട് ശേഷമായി ഒറ്റ പദത്തിൽ വന്നിട്ടുണ്ട് എന്ന കാരണത്താൽ. وَلَئِن جَاءَ
جاء نصر من ربك ليقولن نصر من ربك നസ്റുൻ റുൻ എന്ന തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. നസ്റും മിൻ മിർ റബ്ബിക ഇവിടെ ഇദ്ഗാമാണ്, പക്ഷേ ഉന്നത്തില്ലാത്ത മണിക്കേണ്ടാത്ത ഇദ്ഗാം. ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന. മിർ റബ്ബിക പൂർണ്ണമായും നൂനിനെ റായിലേക്ക് ലയിപ്പിക്കുക, ഇദ്ഗാം ചെയ്യുക. പിന്നെ മുശദ്ദദത്തായ റാ, ഷദ്ദുള്ള റാ മാത്രമാണ് ഉച്ചരിക്കുക. മിർ റബ്ബിക തഫ്ഖീമോട് കൂടി റാ ഉച്ചരിക്കുക. മിർ റബ്ബിക ലയഖൂലുന്ന ഇന്നാ കുന്നാ മഅകും. ലയഖൂലുന്ന ഇന്ന കുന്ന ഇവിടെയൊക്കെ നൂൻ മുശദ്ദദ വരുന്നു. 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. മഅകും ഐന് വ്യക്തമാക്കുക, എല്ലാ ഹർഫും വ്യക്തമായി ഉച്ചരിക്കുക. അവലൈസല്ലാഹു അവലൈസല്ലാഹു അല്ലേ, ഓരോ ഹർഫും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തർക്കീഖ് ചെയ്യേണ്ടവ തർക്കീഖ്, തഫ്ഖീം നൽകേണ്ടവർക്ക് തഫ്ഖീമും. അവലൈസല്ലാഹു അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീമാണ് ചെയ്യേണ്ടത്, തടിപ്പിച്ചുച്ചരിക്കണം. അവലൈസല്ലാഹു ബിഅഅലമ അഅലമയിലെ ഐനെ വ്യക്തമാക്കണം, തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. ബിഅഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ. സുദൂരി എന്ന് പറയുമ്പോൾ സ്വാദീന് തഫ്ഖീമുണ്ട്, നിസ്ബിയായ തഫ്ഖീം. സുദൂരി അവിടെ സുദൂരി ദാലിന് തർക്കീഖിൻ്റെ അക്ഷരമാണ് ദാല്. ദാലിനെ ശ്രദ്ധിക്കണം, ആ ദാലിൽ തഫ്ഖീം വന്ന് ദ്വാദ് പോലെ ആയി പോവരുത്. സുദൂരിൽ ആലമീൻ. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ووصينا الإنسان بوالديه حسنا وإن جاهداك لتشرك بي ما ليس لك به علم فلا تطعهما إلي مرجعكم فأنبئكم بما كنتم تعملون والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين ومن الناس من يقول آمنا بالله فإذا أوذي في الله جعل فتنة الناس كعذاب الله ولئن جاء نصر من ربك ليقولن إنا كنا معكم أوليس الله بأعلم بما في صدور العالمين.